മനോജ് കെ ജയന്റെ ഒരു ഇന്റർവ്യൂ ഞാൻ കണ്ടു. ഇന്റർവ്യൂ അല്ല, മനോജ് കെ ജയന്റെ മകള് കുഞ്ഞാറ്റ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ മനോജ് കെ ജയനത് പത്രമാധ്യമങ്ങളിലൂടെ ഇങ്ങനെ പറയുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉർവശീൻ്റെ അനുവാദം വാങ്ങിക്കണം, അത് ചെന്നൈയിൽ പോയിട്ടാണെങ്കിലും വാങ്ങിക്കണം, അവളുടെ അമ്മയാണ്, ദക്ഷിണേന്ത്യ കണ്ട ഏറ്റവും വലിയ ഒരു നടിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് മനോജ് കെ ജയൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇടുന്ന കുറച്ച് ഉള്ളിയൊക്കെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കണ്ണിലടിച്ചിട്ട് ഇങ്ങനെ കണ്ണീരൊക്കെ തുടക്കുന്നത് മനോജ് കെ ജയൻ. ഇത് കണ്ടപ്പോൾ എനിക്ക് ചിരിയാണ് വന്നത്. എൻ്റെ പൊന്നു മനോജ്, നമ്മളെന്താ പൊട്ടന്മാറാ? നീ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിൻ്റെ മകളോടോ അവളുടെ പ്രായമുള്ള ആൾക്കാരോടോ പറഞ്ഞു കഴിഞ്ഞാൽ അവർ വിശ്വസിക്കും. എനിക്ക് ഓർമ്മയുണ്ടാ? അതായത് ഇതേ സ്ത്രീ തന്നെയല്ലേ വെള്ളടിക്കാരിയാണെന്ന്, മദ്യപാനിയാണ്, അല്ലെങ്കിൽ എന്താ പറയേണ്ടത് ഇവർ ജീവിക്കാൻ അറിയാത്ത സ്ത്രീയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ മോശമായ രീതിയിൽ ആ ഒരു സ്ത്രീയെ നിങ്ങൾ എന്തൊക്കെയാണ് ആ കോടതി വരാന്തയിലിരിക്കുന്നത് പറഞ്ഞത്? അന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത് എന്താ? നമ്മൾ മറന്നുപോയാ? എന്നിട്ട് ഇപ്പോഴും കള്ളക്കരച്ചിലുമായിട്ട് വന്നിരിക്കുന്നു. എൻ്റെ പൊന്നു മനോജ്, അവളുടെ അമ്മയുടെ, അതായത് ഈ കുഞ്ഞാറ്റയുടെ അമ്മ ഉർവശി തന്നെയാണ്. ഉർവശിയോട് അനുവാദം ചോദിക്കേണ്ടത് തന്നെയാണ്. പക്ഷേ അഭിനയം വേണ്ട, കണ്ണുനീര് വേണ്ട. അതാണ് എനിക്ക് പറയാനുള്ളത്. ഈ പല ആൾക്കാർക്കും പഠിച്ചൊരു സംഭവമാണ്. അതായത് ഭാര്യ ഡിവോഴ്സ് ചെയ്തങ്ങ് പോകും. കുറേ വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം രണ്ടുപേരും വേറെ കല്യാണമൊക്കെ കഴിച്ച് കൊച്ചുങ്ങളൊക്കെ ചിലപ്പോഴേ അച്ഛൻ്റെ കൂടെ ആയിരിക്കും. അപ്പോഴാണ് തോന്നുക, ഫേസ്ബുക്കിലൊക്കെ എഴുതുക, നീ എത്ര ധന്യയായിരുന്നു, നീ എത്ര നല്ലവളായിരുന്നു, നീ എത്ര മാലാഖയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അതുപോലെയാണ് മനോജ് കെ ജയനും. വേറെ ഒന്നുമല്ല, മനോജ് കെ ജയൻ്റെ കണ്ണിൽ നിന്നും 2 തുള്ളി കണ്ണീര് വന്നിട്ടുണ്ടെങ്കിൽ ഉർവശിയെ മനോജ് കെ ജയന് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. അതാണ് അവിടെ വ്യക്തമാക്കുന്നത്. അന്ന് നമ്മളെല്ലാവരും കണ്ടതാണ് ഉർവശിയുടെ. ചില ആൾക്കാരൊക്കെ പറയുന്ന പോലെ ഉർവശി നല്ല മദ്യപിച്ച് പ്രശ്നമാക്കിയിരുന്നു. ഉർവശി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു ഗുളിക കഴിക്കുന്നുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മനോജുമായിട്ടുള്ള വിവാഹത്തിൻ്റെ ഇടയിൽ ഒരുപാട് പ്രശ്നങ്ങളുള്ളത് കൊണ്ട് ഞാനൊരു ഡിപ്രഷൻ മൂഡിലായിരുന്നു. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഞാനൊരു ഗുളിക കഴിക്കുന്നുണ്ടായിരുന്നു, അതിൻ്റെ ഒരു ഡിപ്രഷനാണ് എനിക്കുണ്ടായത് എന്ന് പറഞ്ഞപ്പോഴും മനോജ് പറഞ്ഞു, അല്ലല്ല, ഇവൾക്ക് എപ്പോഴും ഒരു ഫുൾ ബോട്ടിൽ വേണം, കുഞ്ഞുങ്ങളെ നോക്കത്തില്ല. കുഞ്ഞാറ്റയ്ക്ക് വേണ്ടി ഞാൻ എൻ്റെ 7 വർഷമാണ് കളഞ്ഞത്, എൻ്റെ മകളെ ഞാനാണ് നോക്കി വളർത്തിയത് എന്നൊക്കെ പറഞ്ഞ് മനോജ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് വളയത്തിലെ വില്ലനാവുകയായിരുന്നു. അതായത് ഒരു വലിയ കൊടൂര വില്ലനാവുകയായിരുന്നു മനോജ്. ഇപ്പോഴും മനോജ് വന്നിട്ട് കരയുന്നുണ്ടെങ്കിൽ മനോജ്, അത് കാലത്തിൻ്റെ കണക്കാണ്. അതാണ് നീ ആലോചിക്കേണ്ടത്, കാലത്തിൻ്റെ കണക്കാത്. അവിടെയാണ് ഈ പല ആൾക്കാരും, അതായത് ആ ആദ്യ ഭാര്യയെ ചവിട്ടി പുറത്താക്കുക, അതുപോലെ പുറന്തള്ളുക, പുറംകാല് ചവിട്ടി തൊഴിച്ചു പോകുന്നില്ലേ ഇവനൊക്കെ എന്ന് പറഞ്ഞാൽ കാലം കണക്ക് പറയിക്കും ഇവനൊക്കെ കൊണ്ട്. കാരണം കുറേ വർഷം കഴിഞ്ഞാൽ ഇവന് കണക്ക് പറയേണ്ടി വരും. ഇവിടെ പലരും അങ്ങനെ കണക്ക് പറയാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് ഇപ്പോഴേ. പലരും, അതായത് നമ്മുടെ ജീവിതത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം ഉണ്ടാകും, ഭാര്യയുമായിട്ട് ചെറിയ പ്രശ്നം ഉണ്ടാകും. ആ സമയത്ത് നമ്മളെന്താ ചിന്തിക്കുവാന്നറിയാവോ? ഇവള് പോയി കഴിഞ്ഞാൽ വേറെ നല്ലത് കിട്ടും നമുക്ക്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇവള് എൻ്റെ അടിമയായിട്ട് ജീവിക്കണം, പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവളുടെ സ്വഭാവം, ഇവളെ ഒന്ന് പാഠം പഠിപ്പിക്കണം എന്നൊക്കെ കരുതിയിട്ട് നമ്മളെന്ത് ചെയ്യും? അപ്പോൾ തന്നെ കൊണ്ടുപോയിട്ട് ഡിവോഴ്സിന് പെറ്റീഷൻ കൊടുക്കും. അങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രണ്ടും അകന്നു പോകും. പക്ഷേ വേറൊരു കല്യാണമൊക്കെ കഴിച്ചപ്പോഴും നമുക്ക് പിന്നീട് മനസ്സിലാകും, എൻ്റെടാ അവൾ തന്നെയായിരുന്നു നല്ലത്, ഞാൻ ചെയ്തത് വലിയ ചതിയായി പോയി എന്ന് അവർക്ക് തോന്നും. കാരണം എന്താണെന്നല്ലേ, അതായത് ഇപ്പോൾ ഉർവശി എവിടെയാണുള്ളത്? ഉർവശി മറ്റൊരാളുടെ ഭാര്യയാണ്. അയാൾക്കാണ് കിട്ടിയിരിക്കുന്നത് ആ ഒരു ഭാഗ്യം. അതാണ് മനസ്സിലാക്കേണ്ടത്. അയാൾക്ക് ആ ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്, ഉർവശിൻ്റെ ഭർത്താവായി ഇരിക്കാനുള്ള. മനോജിന് ആ ഭാഗ്യം ദൈവം കൊണ്ട് കൊടുത്തപ്പോഴും മനോജ് വിചാരിച്ചു ഇതിലും വലുതാണ് എനിക്ക് കിട്ടാനുള്ളത്. അല്ലെങ്കിൽ മനോജിൻ്റെ ആ ഒരു പ്രായത്തിൽ ഉർവശിയും മനോജ് കെ ജയനും ഏകദേശം ഒരേ പ്രായമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടും ഇവരുടെ ഇടയിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഒരു കാര്യം ഞാൻ പറയായിരുന്നു, അതായത് ഉർവശിക്ക് ഒരിക്കലും ചേരുന്ന ഒരാളല്ല മനോജ് കെ ജയൻ എന്ന് എനിക്ക് അന്നേ അറിയായിരുന്നു. കാരണം ഒരിക്കലും എന്ന് പറഞ്ഞാൽ ഉർവശിയെ പോലെയുള്ളൊരു വലിയ നടി ഇതുപോലെ മനോജ് കെ ജയനെ പോലെയുള്ള ഒരുത്തിനെ കല്യാണം കഴിച്ച് അവരുടെ ലൈഫ് കൊഞ്ഞാട്ടയാക്കേണ്ട യാതൊരു ആവശ്യവും ഉണ്ടായിരുന്നില്ല. ഉർവശിക്ക് എന്ന് പറഞ്ഞാൽ നല്ല ജീവിതം കിട്ടുമായിരുന്നു. അതായത് ഉർവശി, അതും അങ്ങനെയുള്ള ചില നടിമാരുണ്ട്, അവരൊക്കെ എന്ന് പറഞ്ഞാൽ അവരുടെ അഭിനയം തൊഴിലാണെങ്കിലും അവർ ആ തൊഴിൽ മേഖലയോടും നീതി പുലർത്തിയിട്ടുണ്ട്, ജീവിതത്തോടും നീതി പുലർത്തുന്നവർ തന്നെയാണ്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും എൻ്റെ ജീവിതം ഇങ്ങനെ ആകണം എന്ന് കരുതിയിട്ട് ഉർവശിയെ നമ്മൾ എപ്പോഴെങ്കിലും അതേ രൂപത്തിൽ കണ്ടിട്ടുണ്ടോ? ഇപ്പോൾ അവർ ഡിവോഴ്സ് കഴിഞ്ഞതിന് ശേഷവും അവർ കുറേ കാലം വിവാഹം കഴിച്ചിട്ടില്ല. അപ്പോഴും നമ്മൾ അവരെ പറ്റി എന്തെങ്കിലും ഗോസിപ്പ് പറഞ്ഞിട്ടുണ്ടോ? ഒരിക്കലും ഒരു ഗോസിപ്പിനോ അങ്ങനെയുള്ള ഒന്നിനും ഇടവരുത്തത്തില്ല. ഇനി കുറച്ച് കഴിഞ്ഞാൽ കണക്ക് പറയേണ്ട വേറൊരാളും കൂടി ഉണ്ട്, നമ്മുടെ ദിലീപ് പറയേണ്ട വരും കണക്ക്. കാരണം മഞ്ജു വാര്യരെ പോലെയുള്ള ഒരു നടിയെ, അതായത് ഇല്ലെങ്കിൽ ഒരു സ്ത്രീയെ അയാൾക്ക് കിട്ടിയിട്ടും അയാൾക്ക് അവരെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അവർ സെപ്പറേറ്റായി.
പക്ഷേ ഇതുപോലെ മനോജ് കെ ജയൻ്റെ കണ്ണിൽ നിന്ന് 2 തുള്ളി കണ്ണീര് വന്നതുപോലെ ചിലപ്പോൾ ഇനിയിപ്പോൾ ദിലീപിൻ്റെ കണ്ണിൽ നിന്നും വരും. ദിലീപിന് അത് കൃത്യമായിട്ട് മനസ്സിലായി. പക്ഷേ ഇപ്പോഴത് ദിലീപ് പറയില്ല. ദിലീപിൻ്റെ ഭാഗ്യ നക്ഷത്രമായിരുന്നു മഞ്ജു വാര്യർ. അതായത് മഞ്ജു വാര്യർ എപ്പോഴും ആ പടിയിറങ്ങി ആ നിമിഷം തന്നെ ദിലീപിൻ്റെ കഷ്ടകാലവും തുടങ്ങി എന്നുള്ളതാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ദൈവം ഇല്ല എന്നൊന്നും പറയണ്ട. എല്ലാം നിയന്ത്രിക്കുന്ന ഒരു ശക്തി ഉണ്ട് നമുക്ക്. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇതിനിടയ്ക്ക് ഞാൻ ഉർവശിയുടെ ചേച്ചി കൽപ്പനയുടെ ഭർത്താവിൻ്റെ ഇൻ്റർവ്യൂ കണ്ടു. അതും ഇതുപോലെ തന്നെയാണ്. ഈ കൽപ്പനയുടെ ഭർത്താവ് സംവിധായകൻ അനിലായിരുന്നു. അനിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈ പട്ടാഭിഷേകം എന്ന് പറയുന്ന സിനിമയൊക്കെ സംവിധാനം ചെയ്ത അനിൽ ബാബുവിലെ അനിലാണ്. അപ്പോൾ ഈ അനിൽ അന്ന് പറയുന്നത് കേട്ടു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൽപ്പനയെ ഒഴിവാക്കിയത് അയാൾക്ക് വലിയ നഷ്ടം തന്നെയാണ്. അയാളുടെ മനസ്സിൽ ആ ഒരു വേദന ഇപ്പോഴും ഉണ്ട്. അതാണ് പറയുന്നത്. നമ്മൾ പിന്നെ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം വരുമ്പോഴും നമ്മുടെ ഡിവോഴ്സ് ആകുന്നത് എല്ലാവരും ഇപ്പോഴും പറയുന്നത് എന്താ, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് പിരിയാം. ചെറിയ കാര്യത്തിന് പോലും ഇപ്പോഴും പിരിയുകയാണ്. വർഷങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും അതിൻ്റെ വില നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോഴേക്കും ആ ഒരു സാധനം നമ്മളെ വിട്ട് പോയിട്ടുണ്ടാകും. അതാണ് മനസ്സിലാക്കേണ്ടത്. അന്ന് മനോജ് കെ ജയൻ പറയുന്നത് പോലെ ഉർവശി ശരിയല്ല, ഉർവശി 24 മണിക്കൂറും മദ്യപിക്കുകയാണ് എന്നൊക്കെ മനോജ് കെ ജയൻ്റെ ആരോപണം. പക്ഷേ പിൽക്കാലത്ത് നമ്മളെല്ലാവരും കണ്ടു. അവരുടെ ഒരുപാട് സിനിമ ഇറങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ അവരുടെ ജീവിതം കണ്ടു. അവരിപ്പോഴെന്ന് പറഞ്ഞാൽ 2ാമത് കല്യാണം കഴിച്ച ഒരു ആൺകുട്ടിയുടെ അമ്മയാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ നമ്മൾക്ക് തോന്നിയോ? അങ്ങനെ ഒരിക്കലും തോന്നിയിട്ടില്ല. ഇനി മനോജ് കെ ജയൻ അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ മനോജ് കെ ജയൻ എന്താണ് ചെയ്യേണ്ടത്? അതായത് കല്യാണം കഴിഞ്ഞപ്പോഴേ തൻ്റെ ഭാര്യയ്ക്ക് അങ്ങനെ ഒരു ദോഷമുണ്ടെങ്കിൽ അത് ഇല്ലാതാക്കാനല്ലേ ശ്രമിക്കേണ്ടത്. പക്ഷേ സമൂഹത്തിൻ്റെ മുന്നിൽ ഒരു സ്ത്രീയെ ഏറ്റവും കൂടുതൽ നാണം കെടുത്താൻ വേണ്ടി കഴിയുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? ഈ മദ്യപാനവും വ്യഭിചാരവും. ഈ 2 കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണവശാലും സ്ത്രീകൾ അല്ലെങ്കിൽ ജനങ്ങൾ ഒരാൾ പോലും ഇവരുടെ കൂടെ നിൽക്കത്തില്ല. ആ ഒരു കാര്യം കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അന്നത്തെ ആ ഒരു സമയത്ത് വിവാഹമോചനം ആവശ്യമായിരുന്നു ഇവർക്ക്. അതിനു വേണ്ടിയിട്ട് പല കെട്ടുകഥകളും ഉണ്ടാക്കിയിട്ടുണ്ടാകാം. അതിലൊരു കെട്ടുകഥ തന്നെയായിരിക്കാം ഇത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഏതായാലും ആ ഒരു കണ്ണീരുണ്ടല്ലോ, ആ ഒരു കണ്ണീര് ശരിക്കും പറഞ്ഞാൽ മനോജ് കെ ജയൻ്റെ കണ്ണിൽ നിന്നും ഇറങ്ങിയത് അതൊരു തീമഴയാണ്. അവിടെയാണ് നമ്മൾ നോക്കേണ്ടത്. നമ്മളെല്ലാവരും വിചാരിക്കുന്നത് ഉർവശി എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ അത്ര മോശപ്പെട്ട സ്ത്രീ അല്ല എന്ന് ഇപ്പോഴെല്ലാവരും പറയുന്നുണ്ട്. അന്ന് ഇവർക്കെതിരെ, ഉർവശിക്കെതിരെ എന്ന് പറഞ്ഞാൽ ഒരു വലിയ ജനരോഷം തന്നെ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ആ ഒരു സമയത്തൊക്കെ ഉർവശിൻ്റെ 2-3 സിനിമ വന്നിരുന്നു. ആ ഒരു ഒറ്റ കാരണം കൊണ്ടെന്ന് പറഞ്ഞാൽ ആ സിനിമ പൊളിഞ്ഞു പോയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഏത് പൊളിഞ്ഞ സിനിമയായാലും ശരി, എത്ര പൊട്ടപ്പടമായാലും ഉർവശി ഉണ്ടെങ്കിൽ ഉർവശീൻ്റെ റോള് കാണാൻ വേണ്ടി നമ്മളെല്ലാവരും കയറും. കാരണം ഉർവശി എന്ന് പറയുന്നത് നമ്മുടെ മഞ്ജു വാര്യരെ പോലെ, അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഒരു സിനിമ വിജയിപ്പിക്കാൻ വേണ്ടി ഉർവശി മാത്രം മതി. നമുക്കറിയാം നിരവധി സിനിമകളുണ്ട്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞൊരു വലിയ നടിയാണ് അവർ. അപ്പം അങ്ങനെയുള്ള ആ ഒരു നടിയെക്കുറിച്ച് വളരെ മോശമായ രീതിയിൽ പറഞ്ഞ് രസിച്ച് അവരുടെ എല്ലാം തകർത്ത് അവരെ സമൂഹത്തിൻ്റെ മുന്നിൽ നാണം കെടുത്തിയിട്ട് വന്നിരുന്ന് ഇന്ന് പറയുകയാണ്, നിൻ്റെ അമ്മ പാവമായിരുന്നു മോളെ, നിൻ്റെ അമ്മ ആ ദക്ഷിണേന്ത്യ കണ്ട ഏറ്റവും വലിയ നടിയായിരുന്നു, 2 തുള്ളി കണ്ണീര് ഞാനൊന്ന് തുടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തുടച്ചിട്ട് ഇങ്ങനെ ആക്കുക. ഇതാണോടെ ഇതാ ഞാൻ പറയുന്നത്. ഇതിപ്പോഴേ ഇനി ഡിവോഴ്സ് ആകാൻ വേണ്ടി പോകുന്നവർ, അതുപോലെ തന്നെ ഈ ഡിവോഴ്സ് ആകാൻ വേണ്ടിയിട്ട് പിന്നെ നാളെയോ ഇന്നോ ഇങ്ങനെ കഴിയുന്നവർ, ഇവരൊക്കെ സൂക്ഷിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിവോഴ്സ് ചെയ്തു വരുന്ന ആ ഒരു രംഗമുണ്ടല്ലോ, അതായത് കോടതിയിൽ നിന്ന്, ഈ സിനിമാ താരങ്ങൾ മാത്രമല്ല നമ്മൾ സാധാരണക്കാരായാലും ആ കോടതിയിൽ നിന്ന് ഇങ്ങനെ വരുന്ന രംഗം അതൊരു വല്ലാത്ത പിടിച്ച രംഗമാണ്. ഇതൊന്നും എളുപ്പമൊന്നുമല്ല സംഭവം. നമ്മളീ പറയുന്നത് പോലെയോ ഇല്ലെങ്കിലെന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ വക്കീലന്മാർ ആ പണിയെടുക്കും. കാരണം അതവരുടെ തൊഴിലാണ്. പക്ഷേ അതിൻ്റെ ഉള്ളിൽ ഇത് മനസ്സെന്ന് പറിച്ചു കളയേണ്ടിക്കില്ലേ. ഇപ്പം മനോജ് കെ ജയൻ അത് കഴിഞ്ഞിട്ടില്ല. ഉർവശിയെ മനസ്സെന്ന് പറിച്ചു കളയാൻ അയാൾക്ക് കഴിഞ്ഞിട്ടില്ല. അയാൾ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആശ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ കല്യാണം കഴിച്ചു. അവരുമായിട്ട് അയാൾ അഭിനയിച്ച് ജീവിക്കുകയാണ്. പണ്ടൊരു കോടതിയിൽ നടന്ന ഒരു സംഭവമാണ്. അതായത് അച്ഛനും അമ്മയും 2 മക്കളുമായിരുന്നു. അങ്ങനെ അമ്മയും അച്ഛനും തമ്മിൽ എന്ന് പറഞ്ഞാൽ എന്തോ കാര്യത്തിന് തെറ്റുകയാണ്. തെറ്റിക്കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ സെപ്പറേറ്റ് ആകുന്നു. സെപ്പറേറ്റ് ആയിട്ട് ഈ സ്ത്രീ ആണെങ്കിൽ പിന്നെ മക്കളെയും കൊണ്ട് പോയിട്ട് വേറെ താമസിക്കുന്നത്. അതുപോലെ ഭർത്താവാണെങ്കിൽ എന്ന് പറഞ്ഞാൽ അയാൾ ഒറ്റപ്പെട്ട്, അയാൾ ആ വീട്ടിൽ ഒറ്റക്കാണ്. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഇവർ കേസൊക്കെ കൊടുക്കുമല്ലോ. കൊടുത്തു കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ 2 പേരെയും കോടതി വിളിപ്പിക്കുന്നത്. ആ വിളിപ്പിക്കുന്ന സമയത്ത് ഇയാളുടെ രൂപം കണ്ട്, അതായത് ഇയാൾ വന്ന വേഷം കണ്ട് ഇയാളുടെ രൂപം, ഭക്ഷണം കഴിക്കാതെ താടിയും മുടിയൊക്കെ വളർത്തി കീറിയ പിന്നെ ഷർട്ടും മുണ്ടൊക്കെ ഇട്ടിട്ടാണ് ഇയാൾ കോടതിയിൽ വന്നത്. കാരണം എന്ന് വെച്ചാൽ ഇയാൾ അത്രയും തകർന്നുപോയി. അതായത് ഇയാളുടെ ആ കുടുംബജീവിതം കൈവിട്ടപ്പോൾ ഇയാൾ തകർന്നുപോയി. ആ ഒരു നിമിഷം ഇത് ഡിവോഴ്സിനാണ് വന്നതെന്ന് പോലും അറിയാതെ ആ സ്ത്രീ പോയിട്ട് ഇയാളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു എന്നാണ് പറയുന്നത്. ആലോചിച്ച് നോക്കണം നിങ്ങൾ. അവിടെ വെച്ച് അതായത് ഇവരുടെ പിന്നെ കേസിന് വേണ്ടിയിട്ട് വിളിച്ചാണ് ഇവരെ സെപ്പറേറ്റ് ആക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു നിമിഷത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീ പോയിട്ട് ഇയാളെ കണ്ടപാട് പോയി കെട്ടിപ്പിടിച്ചങ്ങ് കരഞ്ഞു പോയായിരുന്നു. അതാണ് പറയുന്നത്. ഇതിൽ നിന്നൊക്കെ നമ്മൾ ഈ ആവേശത്തിനും മറ്റുള്ളവരുടെ വാക്ക് കേട്ടിട്ട്
നമ്മൾ ഇതൊക്കെ എടുത്ത് ചാടും. പക്ഷേങ്കിൽ ഇതൊന്നും പിന്നെ എന്താ പറയേണ്ടത്, ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് പറിച്ചു കളയാൻ ഒരാൾക്ക് പോലും കഴിയില്ല. അപ്പം നമ്മൾ എത്രത്തോളം മറ്റുള്ളവരുടെ വാക്ക്, പലപ്പോഴും ഡിവോഴ്സ് നടക്കുന്നത് ഒരിക്കലും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആ കൂടെയുള്ളവർ ചിലപ്പോൾ ഈ പിന്നെ ഭാര്യയുടെ പിന്നെ അച്ഛനോ അമ്മയായിരിക്കാം, ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ കൂട്ടുകാരോ സഹോദരങ്ങളോ ആയിരിക്കാം. ഇവർ തമ്മിലാണ് ഈ നമ്മളെ തെറ്റിക്കുന്നത് ശരിക്ക്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ടത്, നിങ്ങളെ നന്നാക്കാൻ വേണ്ടിയിട്ട് ഒരാൾ പോലും നിൽക്കത്തില്ല. നിങ്ങളെ ഏഷണി കൂട്ടിയിട്ട് പിരിക്കാൻ വേണ്ടിയിട്ട് ഒരു 500 ആളുണ്ടാകും. അവൾ പോയി കഴിഞ്ഞാൽ പോട്ടടാ നിനക്ക് മറ്റവളില്ലേ എന്ന് പറയുന്നത് പോലെ അങ്ങനെ ഒരുപാട് ആൾക്കാർ ഏഷണി കൂട്ടാനുണ്ടാകും. അതിൽ നിന്നും വീഴാതെ നമ്മുടെ കുടുംബമാണ് ഏറ്റവും വലുത്, നമ്മുടെ കുഞ്ഞുങ്ങളാണ് ഏറ്റവും സുന്ദരന്മാർ എന്ന് നമ്മൾ കരുതിയിട്ട് ജീവിക്കുകയാണെങ്കിൽ ജീവിതം സ്വർഗമാണ്. ഇല്ലെങ്കിൽ മനോജ് കെ ജയനെ പോലെ കണ്ണിലൂടെ തീമഴ ഒഴുക്കേണ്ടി വരും. അതാണ് മനോജ് കെ ജയൻ്റെ കണ്ണിലൂടെ ഒഴുകിയത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഏതായാലും ഇത്രയും ഒരു സംഭവം എനിക്ക് പറയാൻ നിങ്ങളോട് കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഒരുപാട് പേര് ഇത് മനസ്സിലാക്കി ജീവിക്കുക. മിന്നുന്നതെല്ലാം പൊന്നല്ല. അപ്പോൾ ഇതെല്ലാവർക്കും നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തോ. നല്ല മഴയാണ്, നല്ലതാ, എന്താ ഭംഗി നോക്കാം. നിങ്ങളാർന്ന് ഒരു അസുര ഭംഗി തന്നെയാണ്. പിന്നെ നിങ്ങളോട് എല്ലാവരോടും പറയാം, ആ കാണുന്നത് പയ്യാമ്പലമാണ്. പയ്യാമ്പലം ബീച്ചാണ് ആ അങ്ങ് ദൂരെ കാണുന്നത്. പിന്നെ ഇത് മീൻകുന്ന് ബീച്ച് എന്ന ഇതിൻ്റെ പേര്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല വ്യൂവും കാര്യങ്ങളും ഒക്കെയാണ്. ഈ മഴയത്തൊക്കെ എന്ന് പറഞ്ഞൊരു പ്രത്യേക ഇതാണ്. പക്ഷെ ഒരാൾ പോലും കടലിലിറങ്ങല്ലേ, കടലിലിറങ്ങരുത്. കുട്ടികളെ വളരെയധികം സൂക്ഷിക്കണം. കാരണം ഇവിടെ വലിയൊരു ഇതാണ് നടന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം, ബൈ ബൈ.